എല്ലാവർക്കും ജുജുത്സു കൈസൻ ചാപ്റ്റർ 249 റിവ്യൂയിലേക്ക് സ്വാഗതം. എനിക്ക് എക്സാം ആയതുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററിൻ്റെ വീഡിയോ ഒന്നും ഇറക്കാൻ പറ്റിയില്ല. ഇനി സമയം കിട്ടുന്നതല്ല അതൊക്കെ ഞാൻ ഇറക്കാൻ നോക്കാം. അതിങ്ങനെ വലിച്ചു നീട്ടാതെ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ചാപ്റ്റർ 249 തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ്. ചാപ്റ്റർ 249 അവസാനം യൂട്ട കെഞ്ചാക്കോൻ്റെ തല വെട്ടിക്കളഞ്ഞായിരുന്നു. അവിടെ നിന്നാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ കെഞ്ചാക്കോൻ്റെ ബോഡിയിൽ നിന്ന് കുറേ കേഴ്സ് പിറ്റ് ഇറങ്ങി വരാൻ തുടങ്ങും. കാരണം കെഞ്ചാക്കോൻ്റെ ഗെറ്റോയുടെ ബോഡിയിലുള്ള കൺട്രോൾ മൊത്തത്തോടെ പോയി. അപ്പോൾ അവൻ സ്റ്റോർ ചെയ്ത കേഴ്സ് പിറ്റ്സ് എല്ലാം വെളിയിൽ വന്നു. ഇത് കാരണമാണ് ഹിഡൻ ഇൻവെൻട്രി ആർക്കിൽ ടോജി ഗെറ്റോനെ കൊല്ലായിരുന്നത്. കേഴ്സ് സ്പിരിറ്റ് മാനിപ്പുലേഷൻ ടെക്നിക്ക് കൊണ്ട് സ്റ്റോർ ചെയ്തത് കേഴ്സ് സ്പിരിറ്റ്സ് എല്ലാം അതിൻ്റെ യൂസർ മരിക്കുമ്പോൾ അപ്പോൾ തന്നെ വെളിയിൽ പോകും. പക്ഷേ ഈ കേഴ്സ് സ്പിരിറ്റ്സിനെല്ലാം യൂട്ട റീക്കാനെ കൊണ്ട് അവിടെ വെച്ച് തീർത്ത് കളയും. അപ്പോഴാണ് നമുക്ക് കെഞ്ചാക്കോനെ കാണാൻ പറ്റുന്നത്. ഒരു കേഴ്സ് സ്പിരിറ്റ് അയാൾ തല പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴാണ് കെഞ്ചാക്കോ കൊഗാനയോട് പറയുന്നത് ഒരു റൂളും കൂടെ കള്ളിങ് ഗെയിമിൽ ആഡ് ചെയ്യണം. ആ റൂള് ടെങ്കനും ഹ്യൂമാനിറ്റിയും തമ്മിലുള്ള മർജറിൻ്റെ ഫുൾ അതോറിറ്റിയും മെഗുമി ഫുഷിഗുറയ്ക്ക് കൊടുക്കണമെന്ന്. എന്ന് വെച്ചാൽ സുക്കണയ്ക്ക്. എന്നിട്ട് അവൻ യൂട്ടയോട് പറയും സുക്കണയാണ് എൻ്റെ ഇൻഷുറൻസ്, അവനിങ്ങനെ റിച്വൽ ആക്ടിവേറ്റ് ചെയ്യാം കള്ളിങ് ഗെയിം കൊണ്ട്. അപ്പോഴാണ് കെഞ്ചാക്കോനെ പിടിച്ചുകൊണ്ടിരുന്ന കേഴ്സ് സ്പിരിറ്റിൽ നിന്ന് ടെങ്കൻ വരുന്നത്. ടെങ്കനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീച്ചസ് പോലെയാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു കേഴ്സ് പൂവും പോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അപ്പം തന്നെ ടെങ്കൻ അവിടുന്ന് സുക്കണ എടുത്ത് പറന്നു പോകും. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് കെഞ്ചാക്കോൻ്റെ തലയിൽ കൂടെ യൂട്ടയുടെ കട്ടാന ഇറക്കി നിൽക്കുന്നതാണ്. കെഞ്ചാക്കോ പറയും 1000 വർഷം ജീവിച്ചതിൻ്റെ ഫണ്ണൊന്നുമില്ലായിരുന്നു, പക്ഷേ ഞാൻ അവസാനം ഫൈറ്റ് ചെയ്ത് നീ ആയാലും എനിക്ക് സന്തോഷമുണ്ടെന്ന്. അതെൻ്റെ അക്കാവിനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇതിന് ശേഷം കെഞ്ചാക്കോ മരിച്ചെന്നാണ് തോന്നുന്നത്. ഇതിന് ശേഷം നമ്മൾ നേരെ യൂട്ട വെച്ച് സുക്കുണ ഫൈറ്റിലേക്ക് തിരിച്ചു വരുവാണ്. യൂട്ട അവിടെ വെച്ച് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് സുക്കുണയുടെ റിവേഴ്സ് കേസ് ടെക്നിക്ക് പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇനിയൊരു കുറച്ച് സമയം കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഡൊമൈന് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് യൂട്ട ചിന്തിക്കാൻ തുടങ്ങും ഹിഗറോമ മരിച്ചു, ഇതിൻ്റെ എല്ലാം കാരണം ഞാനിവിടെ ഇല്ലാതെ പോയതാണ്. ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ട് ഇവിടെ തന്നെ കൊടുക്കുമായിരുന്നെങ്കിൽ മാക്കിക്കുകയാണെങ്കിൽ കെഞ്ചാക്കോനെ പോയി സർപ്രൈസ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അല്ല, കെഞ്ചാക്കോന് ടെക്നിക്ക് കൊണ്ട് റിലീസായ കേഴ്സ് സ്പിരിറ്റിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഷിബോയയിൽ ഇറങ്ങിയതിൻ്റെ അത്ര തന്നെയായിരുന്നു. കാഷ്വാലിറ്റി കുറച്ച് അതിനെല്ലാം നശിപ്പിക്കാൻ പറ്റിയതിൻ്റെ കാരണം റീക്ക ഉള്ളതുകൊണ്ടാണ്. ഇതെല്ലാം ചിന്തിച്ച് കഴിഞ്ഞിട്ട് യൂട്ട സുക്കണനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവൻ റീക്കേനെ പാർഷ്യലി മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോടെ സുക്കണനെ കുത്താൻ നോക്കും. സുക്കണ അപ്പം തന്നെ എൻ്റെ വാളെ കയറി പിടിക്കും. പക്ഷേ അവൻ ബ്ലേഡെ തൊടാതെ അവൻ്റെ കൈക്കകത്ത് പ്രിസൈസ് ആയിട്ടുള്ള സ്ലാഷസ് ചെയിൻസോ പോലെ ഉണ്ടാക്കി പിടിക്കുകയാണ് ഇത്. യൂട്ട അവൻ്റെ വാളെന്ന് പിടിവിട്ടിട്ട് റീക്കേനെ കൊണ്ട് അറ്റാക്ക് സുക്കണയുടെ വയറിൻ്റെ അവിടെയുള്ള വായിക്കിട്ട് അവൻ ഇടി വെച്ച് കൊടുക്കും. എന്നിട്ട് യൂട്ട റീക്കയും കൂടെ സുക്കണനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. യൂട്ട അപ്പം തന്നെ ചിന്തിക്കാൻ തുടങ്ങും ഇതെല്ലാം എക്സ്ക്യൂസാണ്, കെഞ്ചാക്കോനെ എനിക്ക് തന്നെ കൊല്ലണമായിരുന്നു, ഇപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻ എല്ലാം കാരണം ഞാനാണ്. അതുകൊണ്ട് അപ്പം തന്നെ യൂട്ട അവൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ ഉപയോഗിക്കും. ഡൊമൈൻ എക്സ്പാൻഷൻ ട്രൂ ലവ്. ഇത് ഫൈനൽ ട്രാൻസ്ലേഷൻ അല്ല, ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ വരുമ്പോൾ വേറൊരു പേരായിരിക്കും. യൂട്ടയുടെ ഡൊമൈൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും പൊട്ടിയ പില്ലറുകളുടെ ഇടയ്ക്കൂടെ കുറേ വാളുകൾ കിടക്കുന്നത്. ഈ വാളുകൾ ഓരോന്നും അവൻ ഇതുവരെ കോപ്പ് ചെയ്ത ടെക്നിക്കുകളാണ്. യൂട്ട അവൻ്റെ ഡൊമൈൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ സുഗുണ ഹോളോവിക്കസ് ബാസ്ക്കറ്റ് ഉപയോഗിക്കും ഡൊമൈൻ്റെ ഷുവറിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടി. യൂട്ട അപ്പം തന്നെ അവിടെ കിടന്നൊരു വാൾ എടുത്തുകൊണ്ട് വന്നിട്ട് സുഗുണയ്ക്കിട്ട് അറ്റാക്ക് ചെയ്യും. സുഗുണ അറ്റാക്ക് തടയുമ്പോൾ തന്നെ ആ വാളിനകത്തുണ്ടായിരുന്ന തിൻ ഐസ് ബ്രേക്കർ കേഴ്സ് ടെക്നിക്ക് റിലീസാവും. യൂട്ട ചിന്തിക്കും ഈ ഫൈറ്റ് ഈ ഡൊമൈനിൽ വെച്ച് തന്നെ തീർക്കണമെന്ന്. സുഗുണ അപ്പം തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായ എക്സ്പ്ലോഷൻ ഇറങ്ങി വരും. സുഗുണയുടെ ഇടത്തെ കണ്ണിൻ്റെ അവിടെ ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സുഗുണ അവിടെ വെച്ച് ചിന്തിക്കും എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന്. മെഗുമിയുടെ മെമ്മറിയിൽ നിന്ന് യൂട്ടയുടെ എബിലിറ്റി കോപ്പി ആണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് സുക്കണനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോളോവിക്കഡ് ബാസ്ക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ അവൻ്റെ കൈയും വായും ബിസി ആയിരിക്കും. അതല്ലെങ്കിൽ അവന് ഡൊമൈൻ്റെ ഷുവറിറ്റ് അറ്റാക്ക് കിട്ടും. ഈ ഡൊമൈൻ്റെ ഷുവറിറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഏഞ്ചലിൻ്റെ ടെക്നിക്ക് ആകാനാണ് കൂടുതൽ ചാൻസ്. ഈ ഡൊമൈൻ്റെ അകത്ത് യൂട്ടയുടെ കോപ്പി ടെക്നിക്കിലുള്ള എല്ലാ റിസ്ട്രിക്ഷനും എടുത്തു കളയും. ഡൊമൈനകത്ത് യൂട്ടയ്ക്ക് റീക്കേനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കോപ്പി ചെയ്ത എബിലിറ്റിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. ഇവരുടെ പ്ലാൻ എല്ലാം പോകുന്നത് യുജിയും അവൻ്റെ സോൾ സീസിങ് പഞ്ചിനെയും ആശ്രയിച്ചാണ്. അങ്ങനെ നമുക്ക് അവസാനമായിട്ട് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് യുജിയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് സോളുമായിട്ട് ബന്ധപ്പെട്ടാണ്.
ചാപ്റ്റർ 244 നമ്മൾ കണ്ടതാണ് യൂജിയുടെ പഞ്ച് കിട്ടിയപ്പോൾ സുഗുണ വരയ്ക്കാൻ തുടങ്ങുന്നത്. യൂജിയുടെ ഈ പുതിയ സോൾ പവറും കൊണ്ട് സുഗുണനെ മെഗുമിയുടെ ബോഡിയിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. അതാണ് അവരുടെ പ്ലാൻ. ഇത് സുഗുണ മനസ്സിലാക്കി കഴിയുമ്പോൾ യൂജിയോട് കളിയാക്കിക്കൊണ്ട് ചോദിക്കും, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, നിനക്ക് അവസാനമായിട്ട് റോള് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഈ ചാപ്റ്റർ തീരുന്നത്.